ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയമണ്ട്സ് ഓഫ് ദ ഷാഡോ റിയൽം എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വില്ലേജിൽ നിന്നും വന്ന യൂരോയെ സിറ്റിയിലെ ഒരാളെ പോലെ ആക്കാൻ ശ്രമിക്കുന്ന ഹാനയെയാണ്. അവന് കഴിക്കാൻ വേണ്ടി അവിടെയുള്ള ഭക്ഷണങ്ങളെല്ലാം ഡേർ അവന് മേടിച്ചു കൊടുക്കുന്നു. അതെല്ലാം വളരെ ലക്ഷറി ആയിട്ടാണ് അവന് തോന്നുന്നത്. എന്നാൽ അത് കഴിച്ചു നോക്കി അവന് അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്റെ കൂടെ ആസയ്ക്കും ഇത് കഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് യൂരു പറയുന്നു. ഇത് കേട്ട് അവർ രണ്ടുപേരും അവനെ തന്നെ നോക്കുന്നു. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. ലെഫ്റ്റിനെയും റൈറ്റിനെയും വിളിക്കുന്നുണ്ടെങ്കിലും അവർ തങ്ങളുടെ മാസ്റ്ററിന്റെ കൂടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നു. ശരി, ഇനി അവനെ നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ആ പാവം കുട്ടിയെ സുഖാസയിൽ ഇരുത്താനാണോ നിന്റെ പ്ലാൻ? ഇല്ല, ആ റെസ്ക്യൂ മിഷന് ശേഷം എന്റെ ആ പേരും മുഖവും ഞാൻ ഉപേക്ഷിച്ചു. നിനക്ക് പറയാനൊരു വീട് പോലും ഇല്ല. നീയാണോ ആ കുട്ടിയെ നോക്കാൻ പോകുന്നത്? ഇത് നിന്റെ കൂടെ ലൈഫ് ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. ഒരു ഹിഗാജി വില്ലേജ് റിട്ടേണറായ നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാനത് ചെയ്യുമെന്ന് നിനക്കറിയാവല്ലോ. അതെ, എന്നാ നമുക്ക് കല്യാണം കഴിച്ചാലോ? നിന്റെ വെഡിങ് റിങ്സ് എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കൊള്ളുന്നത് നിന്റെ മോന്തയ്ക്കായിരിക്കും. ഹേയ്, ഒരു റിയൽ മാരേജ് അല്ല ഞാൻ പറയുന്നത്. യൂരോയെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടി വാരിയിട്ടേ പറ്റൂ. മലമുകളിലുള്ള ഗ്രാമത്തിൽ കാട്ടുതീ പടർന്നതുകൊണ്ട് നമ്മളെല്ലാവരും സിറ്റിയിലോട്ട് വന്നതാണെന്ന് അവരെ വിശ്വസിപ്പിക്കണം. ഓ, അവനെ സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നമുക്ക് എന്തുകൊണ്ട് റൂംമേറ്റ്സ് ആയിക്കൂടാ? റൂംമേറ്റ്സ് ആണെന്ന് പറഞ്ഞ് വീടുകൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ അവന്റെ സിസ്റ്റർ ആയിക്കോളാം, നിങ്ങളൊരു ഫാദർ ആയിക്കോ. ഹേയ്, അതൊന്നും പറ്റില്ല. രണ്ട് കുട്ടികളുടെ അച്ഛനായിട്ട് ആളുകളുടെ മുന്നിലൂടെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് ഭാര്യ എന്നെ ഇട്ടിട്ട് പോയതെന്ന് അവർ വിചാരിക്കില്ലേ? അതല്ലെങ്കിൽ അമ്മയില്ലാത്ത രണ്ട് കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തുന്ന അച്ഛനായി എന്നെ അവരൊരു ഹീറോ ആയി കാണില്ലേ? എന്തായാലും നെയ്ബേഴ്സിന് സംസാരിക്കാൻ നമ്മളൊരു കാരണമായിരിക്കും. അതിലും നല്ലത് യൂറു എന്റെ മകനായിട്ടും അമ്മയില്ലാത്ത അവന് വേണ്ടി പ്രായം കുറഞ്ഞൊരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിച്ചു എന്നും അവരെ വിശ്വസിപ്പിക്കാം. അതാകുമ്പോ അത് നമ്മുടെ സ്റ്റോറി മാത്രമാണ്. ഒരിക്കലുമില്ല, ഞാൻ ജെയ്സസ് താതമിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഹാനയും വിളിച്ചു പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ വണ്ടിക്കകത്ത് എവിടെയാണ് അവർ കുതിരകളെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന റൈറ്റിനെയാണ്. ഹേയ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം മാറ്റി വെച്ചിട്ടുണ്ട്. ഓ മാസ്റ്റർ, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കാറില്ല. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങാം. എന്നെക്കുറിച്ചും എന്റെ സിസ്റ്ററെ കുറിച്ചും നിങ്ങൾക്കറിയാവുന്നതെല്ലാം നിങ്ങൾ പറയൂ. 400 വർഷങ്ങളായിട്ട് ഹിഗാഷി വില്ലേജിന്റെ ആ ഗേറ്റിന് മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുവഴി വന്നുപോയ ആളുകളെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഗ്രാമത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ ഞങ്ങൾക്കറിയില്ല. ഇരട്ട കുട്ടികൾ ഉണ്ടായ കാര്യം ഗ്രാമത്തിലുള്ളവർ പറയുന്നത് കേട്ടിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിന്നെ കാണാൻ തുടങ്ങി. നീ കുട്ടിയായിരുന്നപ്പോൾ നിന്റെ അച്ഛൻ നിന്നെ ഹണ്ടിങ്ങിന് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ നിന്റെ സിസ്റ്ററെ ഞങ്ങൾ ഒരിക്കലും കണ്ടിരുന്നില്ല. ജനിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അസുഖം കാരണം അവർ മരിച്ചുപോയെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ പേരൻസ് ഒരു പെൺകുട്ടിയുമായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോകുന്നത് ഞങ്ങൾ കണ്ടു. അവൾ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. നിന്റെ ബ്ലഡിന്റെ അതേ സ്മെല്ല് തന്നെയായിരുന്നു അവൾക്കും. പിന്നെ ആ കൊച്ചു പെൺകുട്ടി വളർന്ന് ഗ്രാമത്തെ ആക്രമിച്ചു. ഞങ്ങളുടെ പേരൻസ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ മാത്രമായിരുന്നു അവർ ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് അവൻ വിഷമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആസയ്ക്ക് ഞങ്ങളുടെ പേരൻസ് എവിടെയാണെന്ന് അറിയാമായിരിക്കും എന്ന് യൂരു പറയുന്നു. അപ്പോഴാണ് ഡേരയും ഹാനയും അങ്ങോട്ട് വരുന്നത്. ഹേ യൂരു, കുറച്ചധികം ദൂരം കൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. നിനക്ക് ടോയ്ലറ്റ് വല്ലതും യൂസ് ചെയ്യണോ? വേണ്ട, ഞാൻ കുറച്ചു നേരത്തെ അവിടെ പോയായിരുന്നു എന്ന് പറഞ്ഞൊരു കാട്ടിലോട്ട് അവൻ ചൂണ്ടിക്കാണിക്കുന്നു. ഓ നോ, ഇവൻ ഇപ്പൊ തന്നെ നമുക്ക് പണി മേടിച്ചു തരും. ഹേയ്, വണ്ടിയുടെ മുകളിൽ നിന്നും താഴെ ഇറങ്ങടാ. നീ അവിടെ ഇരിക്കുമ്പോ ആളുകളൊക്കെ നിന്നെ ശ്രദ്ധിക്കില്ലേ? ഓ, അപ്പൊ ലെഫ്റ്റും റൈറ്റും ഇരിക്കുന്നോണ്ട് കുഴപ്പമില്ലേ? നിന്നെ പോലെ ഡെമൺ വെൽഡേഴ്സിന് മാത്രമേ ഞങ്ങളെ കാണാൻ സാധിക്കൂ. കൂടുതൽ സാധാരണ ആളുകൾക്കും ഡെമൺസിനെ കാണാൻ സാധിക്കില്ല. അതുപോലെ ചില മനുഷ്യരുടെ മുമ്പിൽ ഡെമൺസിന് പ്രത്യക്ഷപ്പെടാനും സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഞങ്ങളെ കാണാൻ സാധിക്കും എന്ന് ലെഫ്റ്റ് പറയുന്നു. അപ്പോഴാണ് അവരുടെ പുറകിലൂടെ പോകുന്ന ഒരു പട്ടി അവരെ നോക്കി കുരയ്ക്കുന്നത്. സോ മൃഗങ്ങൾക്കും അവരെ കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ നിന്നും അവർ പോകുന്നു. ഈ കാഗമോരി ക്ലാനും ഡെമൺ വെൽഡേഴ്സ് ആണോ? അതെ, അവരിൽ ചിലരും അങ്ങനെയാണ്. ഹിഗാഷി വില്ലേജിൽ നിന്നും പുറത്തുള്ള ലോകത്തോട്ട് സ്വയം പോയവരാണവർ. വില്ലേജിലെ ഒരു ബ്രാഞ്ച് ക്ലാൻ പോലെയാണവർ. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അവർ ഗ്രാമം വിട്ടുപോയി.
സത്യം പറഞ്ഞ ഞാൻ അവരുമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഹാനയും പറയുന്നു. മുൻപ് ഹിഗാഷി വില്ലേജിലുണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് താഴെയുള്ള ലോകത്തൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലമായി ആ ഇരട്ടകളിൽ ഒരാൾ കാഗമോരി ക്ലാനിന്റെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരുന്നു. അത് സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി എന്ന് ഡാരയും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വലിയ ബിൽഡിങ്ങിലൂടെ ഒരു പെൺകുട്ടി ഓടുന്നതാണ്. ആരോ അവളെ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. പേടിച്ചു പോയ അവൾ ഒരു ലിഫ്റ്റിനകത്തോട്ട് ഓടിക്കേറിയതും അയാൾ പുറകെ വരുന്നു. ഹേയ് ബേബി, നീ എന്തിനാ എന്നെ കണ്ടു ഓടുന്നേ? നിന്നെ കൊല്ലാൻ എനിക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് വരണം. പുറകോട്ട് പോകാനാ പറഞ്ഞ്. എന്റെ അടുത്തോട്ട് വന്നാൽ നീ എന്റെ ടെറിട്ടറിക്കുള്ളിൽ കടക്ക എന്ന് പറഞ്ഞ് അവൾ ഒരു ഡെമണായി മാറുന്നു. ഹലോ ഇസാൻ, ഞാൻ ജിന്നാണ്. നിങ്ങളുടെ സ്റ്റോക്കറെ നേരിട്ട് കണ്ട് ഞാൻ എല്ലാം തീർത്തിട്ടുണ്ട്. ഇനി അവനെ കൊണ്ടൊരു ശല്യവും ഉണ്ടാവില്ലെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പഴയതുപോലെ ജോലിക്ക് പോകാം. ബോസിനോട് ഞാൻ പറഞ്ഞോളാം എന്ന് ജീനി ആർക്കോ വിളിച്ചു പറയുന്നു. ഇതേ സമയമാണ് ഒരു ലേഡി ആ ലിഫ്റ്റിനകത്തോട്ട് കയറുന്നത്. പെട്ടെന്ന് അതിനകത്തുണ്ടായിരുന്ന ഡെമൺ പുറത്തോട്ട് വരുന്നു. അത് കണ്ട് പേടിച്ച് നിൽക്കുവാണ് അവൾ. ഹലോ മിസ്, നിങ്ങൾ അത് കണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരോടും പറയരുത് എന്ന് ജീനി അവരോട് പറയുന്നു. സത്യം പറഞ്ഞ എന്നോടും ഹാനയോടും അധികമൊന്നും അവർ പറയാറില്ല. ഞങ്ങളുടെ കുടുംബം തലമുറകളായിട്ട് ഇവിടെയാണ് താമസം. എനിക്ക് 2 കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്നും വരുന്നവരെ ഗ്രാമത്തിൽ നിന്നും അകറ്റി നിർത്തുക, പിന്നെ നിങ്ങൾ ട്വിങ്സിനെ ശത്രുക്കളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. ഇതിൽ രണ്ടാമത് പറഞ്ഞത് എമഹ ഗ്രാനിക്ക് ഒരുപാട് നിർബന്ധമായിരുന്നു. ബാക്കിയുള്ള സമയത്ത് ഇവിടെയുള്ള സാധനങ്ങളും വിവരങ്ങളും ഞാൻ അവിടെ എത്തിക്കും. ഹേയ്, ഞാനിതുവരെ ഹിഗാഷി വില്ലേജിൽ പോയിട്ടില്ല എന്ന് ഹാനയും പറയുന്നു. ഗ്രാനിയും മറ്റു എൽഡേഴ്സും എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ചോദിക്കാനും ഞാൻ ആരുമല്ല. ഒരു ടെഡറ എന്ന നിലയിൽ ഞാൻ എന്റെ നിയമങ്ങൾ പാലിക്കുന്നു. ഓ, പറയാൻ മറന്നു, എന്റെ യഥാർത്ഥ നെയിം റിയു ടെഡറ എന്നാണ്. നീ എന്നെ ഡേറ എന്ന് എന്നെ വിളിച്ചാ മതി എന്ന് ഡേറ അവനോട് പറയുന്നു. എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിൽ മുത്തശ്ശിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതിനു മാത്രം ഞങ്ങൾ എങ്ങനെയാ സ്പെഷ്യൽ ആയത്? രാത്രിയിലും പകലിലുമായി ഇരട്ട സഹോദരങ്ങളായി ആണും പെണ്ണും ജനിച്ചു കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കും. ഇതിനു മുൻപ് 400 വർഷങ്ങൾക്ക് മുൻപാണ് ഇരട്ട സഹോദരങ്ങൾ ജനിച്ചത്. അന്നുണ്ടായ യുദ്ധത്തിൽ രാജ്യങ്ങൾ തമ്മിൽ വിഭജിച്ചു. ഡെമൺ വിൽഡേഴ്സ് ആയിരുന്നു അതിന് പിന്നിൽ. ഓ, അപ്പൊ ലോകം നശിപ്പിക്കാൻ ശപിക്കപ്പെട്ടവരാണോ ഞങ്ങൾ? അല്ല, നിങ്ങളുടെ ശക്തി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇതിന് കാരണം. നീ ഇപ്പോ ഒരു സാധാരണ കുട്ടിയാണെങ്കിലും നിനക്ക് ആ ശക്തി നേടിയെടുക്കാൻ സാധിക്കും. ആസ ഇതിനോടകം ആ ശക്തി നേടിയെടുത്തു കഴിഞ്ഞു. അവളുടെ കയ്യിലുള്ള ശക്തിയാണ് ദ ബ്രേക്ക്. എന്തിനേയും മുട്ട പൊട്ടിക്കുന്ന ലാഘവത്തോടെ തകർക്കാനുള്ള ശക്തി. അതിനൊരു മറുവശം കൂടെയുണ്ട്, ദ സീൽ. എന്തിനേയും ഒരു ഡോർ ക്ലോസ് ചെയ്യുന്നത് പോലെ പൂട്ടാനുള്ള ശക്തി. അത് രണ്ടും ഒരേ സമയം ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഹേയ്, ഇതൊക്കെ വെറും കഥകളല്ലേ? നാട്ടുകാർ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ആവോ എന്ന് ഹാന ചോദിക്കുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങൾ എങ്ങനെയാ ആ ബാരിയർ മറികടന്ന് എന്ന് ചോദിക്കുകയാണ് യൂരു. അതിനൊരു പ്രത്യേക വഴിയുണ്ട്. ഈ പാറകൾക്ക് ചുറ്റും കുറച്ചു തവണ ആന്റി ക്ലോക്ക് ഡയറക്ഷനിൽ ചുറ്റണം. ഈ വേലി കടന്ന് വലത്തോട്ടേക്ക് പോകണം. അടുത്ത വേലി കടന്ന് തിരിഞ്ഞ് താഴ്വരയിലൂടെ പോകണം. ആ വലിയ മരങ്ങൾക്കിടയിലൂടെ 90 ഡിഗ്രി ചെരിഞ്ഞു നടക്കണം. ഇത് ഓർത്തു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ വില്ലേജിന് ആ വഴി അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് സിമ്പിളായി ആ ബാരിയർ മറികടക്കാം. നിന്റെ അമ്മ ഈ നാട്ടിലുള്ളതാണ്. വില്ലേജിലോട്ടുള്ള വഴി യാദൃശികമായിട്ടാണ് അവർ കണ്ടുപിടിച്ചത്. വഴി അറിയാതെ ആളുകൾ അലഞ്ഞു നടക്കുമ്പോൾ യാദൃശികമായിട്ട് അവർ ഗ്രാമത്തിലെത്തുന്നു. ഇത് ഇടയ്ക്കിടെ സംഭവിക്കുന്ന കാര്യമാണ്. യുരു, നിനക്കറിയോ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്റെ പേരിന്റെ അർത്ഥം രാത്രി എന്നാണ്. എന്നെങ്കിലും ഒരു ദിവസം നിന്നെയും നിന്റെ അച്ഛനെയും ആസയെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അവന്റെ അമ്മ പണ്ട് പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടോയ്ലറ്റിൽ പോയതിനു ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് പഠിക്കുന്ന യുരുനെയാണ്. ഫ്ലഷ് ചെയ്ത് കൈയെല്ലാം കഴുകി അവൻ ഹാൻഡ് ഡ്രയറിന്റെ അടുത്തോട്ട് വരുമ്പോ അത് ശബ്ദം ഉണ്ടാക്കുന്ന ഡ്രാഗൺ ആണെന്ന് പറഞ്ഞ് അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തോട്ട് വരുന്നു. യെസ്, താഴെയുള്ള ലോകത്തെ കക്കൂസ് ഉപയോഗിക്കാനുള്ള എല്ലാ നിയമങ്ങളും ഞാൻ പഠിച്ചു കഴിഞ്ഞു. എന്തായാലും അവർക്ക് കിണറ്റിൽ നിന്നും വെള്ളം കോരേണ്ടി വരില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോ അത് ശരിക്കും അമേസിംഗ് ആണ്. ആ ക്ലിക്ക് എന്ന സാധനത്തിന്മേ നിൽക്കുമ്പോ എങ്ങനെയാ ലൈറ്റ് വരുന്നത്? രാത്രിയിൽ ഈ സിറ്റിയിൽ ഒരുപാട് വെളിച്ചമുണ്ട്. ഇത്രയും ഉയരമുള്ള എല്ലാ സ്റ്റോൺ കാസ്റ്റലും കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ കാസ്റ്റലിലെല്ലാം ഒരുപാട് രാജാക്കന്മാരുണ്ടാകുമല്ലേ? ഹേയ്, അതൊന്നും കാസ്റ്റൽസ് അല്ല, അതെല്ലാം വീടുകളാണ്. അതിലോരോന്നിലും ഒരുപാട് പേർ താമസിക്കുന്നുണ്ടെന്ന് ഡേറ പറഞ്ഞിരുന്നു. ക്യാപിറ്റലിൽ ഇനിയും ഒരുപാട് പേരുണ്ട്. ക്യാപിറ്റലായ ടോക്കിയോയിൽ 1 കോടി ജനങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞത്. 1 കോടിയോ? അപ്പൊ ഈ ആളുകൾക്കൊക്കെ എത്ര റൈസ് വേണ്ടി വരും? ഇത്ര ആളുകൾ ഇവിടെ താമസിച്ചിട്ടും ഇത് ക്യാപിറ്റൽ അല്ലെന്നാണോ നീ പറയുന്നത്? ഈ സ്ഥലത്തിന്റെ പേര് ഡേറ എന്നോട് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഗുണ്ടാമ പ്രൊഫസർ. ഇത്രയും ആളുകൾ ഒന്നിച്ചുള്ളപ്പോൾ ഒളിച്ചിരിക്കാൻ അത് വളരെ എളുപ്പമായിരിക്കും.
ഒരു മരം ഒളിപ്പിച്ചു വെക്കാൻ ഏറ്റവും നല്ല സ്ഥലം അത് കാടാണ്. ഇത്രയധികം മനുഷ്യർക്കിടയിൽ നീ നിന്റെ സഹോദരിയെ കണ്ടെത്തും. ഡാരയും ഹാനയും നല്ല ആളുകളായിരിക്കും, പക്ഷെ ആ വഞ്ചനയുമായി അവർ കണക്റ്റഡ് ആണെങ്കിൽ എന്റെ സഹോദരിയെക്കുറിച്ചും ആ ഗ്രാമത്തെക്കുറിച്ചുമുള്ള രഹസ്യം എനിക്ക് അവരെ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ ആസ എന്ന് സ്വയം വിളിക്കുന്ന ആ ലേഡിയെയും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഒരു കുട്ടിയുമായി ഗ്രാമം വിട്ട് ഓടിപ്പോകുക എന്നുള്ളത് ഒരു ചെറിയ തീരുമാനമായിരുന്നില്ല. അതിനൊരു കാരണമുണ്ടാകും. എനിക്കത് അവരോട് നേരിട്ട് സംസാരിക്കണം. ഞാൻ ആസയെ പിടിച്ച് അച്ഛന്റെയും അമ്മയുടെയും അടുത്തോട്ട് കൊണ്ടുപോകും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, നിങ്ങൾ എന്നെ സഹായിക്കോ? അപ്പോ നമ്മുടെ ലെഫ്റ്റും റൈറ്റും തിരിച്ചറിയാൻ സാധിക്കാത്ത ഈ സ്ഥലത്ത് നമ്മൾ ഒരാളെ അന്വേഷിക്കാൻ പോവാണ്. ഇൻട്രസ്റ്റിംഗ്. കഴിഞ്ഞ 400 വർഷങ്ങൾക്കിടയിൽ ഇങ്ങനെ സമയം കളയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമുക്കിത് ആസ്വദിക്കാം. നമ്മുടെ മാസ്റ്റർ ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ നീ അങ്ങനെ പറയാൻ പാടില്ല, റൈറ്റ്? ഓ, അപ്പൊ നിനക്കിതിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്, ലെഫ്റ്റ്? എനിക്ക് ഹണ്ട് ചെയ്യപ്പെടുന്നത് തീരെ ഇഷ്ടമല്ല. ഹണ്ട് ചെയ്യുന്നത് എന്റെ സ്വഭാവമാണ് എന്ന് ലെഫ്റ്റ് അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡേരയാണ്. അപ്പോഴാണ് യൂറോ അങ്ങോട്ട് വരുന്നത്. ഹേയ്, നിങ്ങൾ വന്നോ? ഹാന വിളിച്ചിരുന്നു. നമുക്ക് താമസിക്കാൻ അവൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് ഡേര പറയുന്നു. അപ്പോഴാണ് യൂറോ അവന്റെ കയ്യിലിരിക്കുന്ന സാധനം കാണുന്നത്. ഹേയ്, നിങ്ങൾ അത് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അത്? ഓ, ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അക്ഷരങ്ങൾ കൊണ്ടോ നിങ്ങളുടെ ശബ്ദം കൊണ്ടോ സ്മോക്ക് സിഗ്നൽ പോലെയുള്ള സിഗ്നൽസ് അയക്കാനുള്ള ഒരു വസ്തുവാണിത്. ഇതത്ര ഡേഞ്ചറസ് ഒന്നുമല്ല. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല. സ്മോക്ക് സിഗ്നൽ പോലെയുള്ള എന്തോ അല്ലേ? മനസ്സിലായി. ഇവരെല്ലാം അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു എന്ന് ഡേറയും ചിന്തിക്കുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.